പി.വി. അൻവറിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ രാത്രി പി.വി. അൻവറിന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി. UDF-ലേക്ക് ഇല്ലെന്ന് പി.വി. അൻവർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ചയുണ്ടായത്. വിപിൻ സി വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിപിൻ, ഒരു അനുനയത്തിന് സാധ്യതയുണ്ടോ വിപിൻ? ഉന്മേഷ്, വളരെ നിർണായകമായ ഒരു നീക്കം UDF-ന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് നേതൃത്വത്തിന്റെ അനുമതിയോടെയാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് അത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുങ്ങിയത് എന്നുള്ളതൊക്കെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. കാരണം UDF-മായി ഇനിയൊരു സഹകരണത്തിനില്ല എന്നുള്ളത് ഇന്നലെ തന്നെ പി.വി. അൻവർ വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം VD സതീശനെതിരെ വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് പറഞ്ഞിരുന്നത്. കാരണം അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചയാൾ എന്നടക്കമുള്ള പരാമർശങ്ങളാണ് നടത്തിയത്. അതിനുശേഷം ഇനി ആദ്യം അൻവർ തീരുമാനിക്കട്ടെ എന്നുള്ള ഒരു കാര്യത്തിൽ തന്നെയായിരുന്നു UDF-ന്റെ ക്യാമ്പ് മുഴുവനായും നിന്നിരുന്നത്. കാരണം ആദ്യം UDF തീരുമാനിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കട്ടെ, അതിനുശേഷം UDF-ന്റെ അസോസിയേറ്റ് അംഗമാക്കാം, പൂർണ്ണ ഘടകകക്ഷിയാക്കാൻ, തൃണമൂൽ കോൺഗ്രസിനെ പൂർണ്ണ ഘടകകക്ഷിയാക്കാൻ ഒരുപാട് പരിമിതികളുണ്ട്. ഇതായിരുന്നു UDF-ന്റെ സ്റ്റാൻഡ്. ഒപ്പം തന്നെ അൻവറിന് മുന്നിൽ ഇങ്ങനെ കീഴടങ്ങേണ്ടതില്ല എന്നുള്ളൊരു അഭിപ്രായവും UDF-ന്റെ നേതൃയോഗത്തിൽ വന്നിരുന്നു. അതിനുശേഷം വലിയ സമവായ ചർച്ചകളൊന്നും നടന്നിരുന്നില്ല. ലീഗ് മാത്രം ചില ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. ഇതായിരുന്നു സാഹചര്യം. പി.വി. അൻവർ ആകട്ടെ പൂർണ്ണ ഘടകകക്ഷിയാക്കാതെ ഒരു കാര്യത്തിനും പിന്നോട്ടില്ല എന്നുള്ളതും, ഒപ്പം തന്നെ സീറ്റുകൾ 2 സീറ്റുകളെങ്കിലും വേണം എന്നുള്ള ആവശ്യമൊക്കെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ഈ ചർച്ചകളെല്ലാം വഴിമുട്ടുകയും പിന്നീട് പി.വി. അൻവർ മത്സര സാധ്യത നിലനിർത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ രാത്രി എത്തുകയും അദ്ദേഹവുമായി ഒരു ചർച്ച നടത്തുകയും ചെയ്തിരിക്കുന്നത്. അനുനയം നീക്കമായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. അതിൽ അത് എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് അത് വലിയ ഫലം കണ്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അൻവർ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിന്നു. VD സതീശൻ നയിക്കുന്ന UDF-ലേക്ക് ഇല്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. വലിയൊരു അത്ഭുതം സംഭവിച്ചാൽ മാത്രമായിരിക്കും ഇനിയൊരു അനുനയ നീക്കം ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാവുക. UDF-നൊപ്പം ചേർന്ന് ഇനി പി.വി. അൻവർ ഈ ഉപതെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം അത് വളരെ കുറവാണ് എന്ന് തന്നെ പറയാം. കാരണം അത്രത്തോളം ആ വിള്ളൽ വലുതായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ഒരു അവസാനവട്ട ശ്രമം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവരുടെയൊക്കെ പ്രതികരണം വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. 9 മണിയോടുകൂടി പി.വി. അൻവർ വാർത്താ സമ്മേളനം വിളിച്ചേക്കാം. അതിൽ ഒരു പക്ഷേ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന കാര്യം ഉൾപ്പെടെയുള്ളവ പറയും എന്നുള്ളത് കൂടിയാണ് കരുതേണ്ടത്. ഈ ഒരു ഘട്ടത്തിൽ UDF-ന് ഒരു ആശങ്ക ഈ ഘട്ടത്തിൽ പി.വി. അൻവർ മത്സരിക്കുകയാണെങ്കിൽ ഉണ്ട് എന്നുള്ളത് തെല്ലും സംശയമില്ലാതെ തന്നെ ഈ ഘട്ടത്തിൽ പറയാം. ഉന്മേഷ്. ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.